സ്ക്രീൻഷോട്ട് എടുക്കുക, അത് പുറത്ത് വിടുക ബ്ലോഗർമാർ. അവർക്കത് വലിയ സംഭവമല്ലേ? രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. ഒരു ആരും കുത്തി പറയുന്ന പോലെ ഒരു ഫീല് നമ്മളെല്ലായിരിക്കുമല്ലോ അല്ലേ? നമ്മളൊന്നും ആയിരിക്കത്തില്ല. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ രേണുസുധിനെ കുറച്ച് നാൾ കൊണ്ട് തൊടാതിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് കാണാറുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ദാണ്ട്ര കടക്കണു നമ്മൾ സബ്സ്ക്രിപ്ഷനൊക്കെ വെച്ചിട്ടൊരു സാധനം 2-3 തവണയായി എന്നെ എവിടേക്കോ കുത്തുന്നൂന്ന് എനിക്കൊരു സംശയം. ഒന്ന് മറ്റേ ഹോസ്പിറ്റലിൽ പോയ കേസ്, അതവർക്ക് ഉപകാരമേ ചെയ്ത്, അതിനെന്നെ കുത്തി. 2 സബ്സ്ക്രിപ്ഷൻ പുറത്തിട്ട കേസ്, അത് അവർക്ക് ഉപകാരമേ ചെയ്ത്, അതിനെന്നെ കുത്തി. സബ്സ്ക്രിപ്ഷനിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ എണ്ണം എപ്പോൾ ആ 3000-ൽ നിന്ന് താഴെ പോകുന്നു, അപ്പം ഞാൻ ഒരു സാധനം അടിച്ച് പൊട്ടിച്ച് വീണ്ടും 3000-3500 കയറ്റിയ സ്നേഹസമ്പന്നനായ എന്നെ എന്തൊക്കെയാ പറയുന്നതെന്നറിയാമോ? അതൊക്കെ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ രേണു മറ്റൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, മെയിൻ വിഷയം ഇതൊക്കെ തന്നെ. കിച്ചു മറ്റേ യൂട്യൂബർമാരെ ആക്രമിക്കുന്നു, ഇല്ല മറ്റേ യൂട്യൂബർ പുറകെ നടന്ന് ആക്രമിച്ചു, മറിച്ച് യൂട്യൂബർ തിരിഞ്ഞു നിന്ന് ആക്രമിച്ചു, ഇതൊക്കെ തന്നെ സാധനം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ രേണുവിൻ്റെ ഒരു പോസ്റ്റർ റിലീസായിട്ടുണ്ടായിരുന്നു. രേണു വയ്യാതെ കിടക്കുന്ന സമയത്ത് ഇങ്ങനൊരു പോസ്റ്റർ റിലീസ് ചെയ്തു. ഇങ്ങനൊരു സീൻ ഇതിനകത്തില്ല, ഇത് വെറും AI ജനറേറ്റഡ് ആണ്, രേണു അറിയാതെ നോക്കി പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. സോ ഈ പോസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. നമുക്ക് നേരെ ഇൻ്റർവ്യൂവിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പറ്റുമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ബട്ടൺ വരുന്നുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക കേട്ടോ, മറക്കല്ലേ. ഇതൊക്കെ കൃത്യമായിട്ട് തരണേ. നമുക്ക് കാണാം. രേണുസുധി പോകുന്നത്, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. രേണുസുധി അല്ലല്ലോ സബ്സ്ക്രിപ്ഷൻ ആദ്യം തുടങ്ങിയത്, രേണുസുധി മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എനിക്കൊന്നും അതുകൊണ്ട് അതൊരു തെറ്റല്ലാതാകുമോ? സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ തെറ്റൊന്നുമല്ല കേട്ടോ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതൊക്കെ നല്ല കാര്യമാണ്. അതിനകത്തിടുന്ന കണ്ടന്റുകളാണ് പലർക്കും പ്രശ്നമായിട്ട് മാറിയത്. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ആദ്യമായിട്ട് ഒരുത്തനെ കൊന്നു, എന്നിട്ട് കോടതി കയറി പറയുക ആദ്യമായിട്ട് കൊലപാതകം നടത്തുന്നത് ഞാനാണോ? അവന്മാരൊക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ടല്ലോ, എന്നെ വെറുതെ വിട്. ആ ഒരു സാധനം അത് രേണു ഇപ്പോഴും ശരിയാണെന്നാണോ വിശ്വസിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തെറ്റൊന്നുമല്ല. എത്രയോ പേര് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ ചൊല്ലി മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്ട്, ആ സീനൊക്കെ കഴിഞ്ഞു. അത് എക്സ്പയർ ആയ സാധനം. ഒരു വിഷയത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് കൊടുക്കൂ. ആ എക്സ്പയർ കഴിഞ്ഞ പിന്നെ ആ വിഷയം വിട്ട് പുതിയ സാധനം പിടിക്കുക. രേണു മറ്റേ ഇല്ല മാനാട് പറത്തി പറഞ്ഞില്ല, വന്താ സുട്ട സത്ത റിപ്പീറ്റ്. അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ 3-4 ടോപ്പിക്കുകൾ മാത്രം വെച്ചിട്ട് വീണ്ടും കറക്കി തിരിച്ച് സ്വാഹ അടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞു, കഥം, ബൈ ബൈ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളൊരു സംഭവം ഇങ്ങനെ പിന്നെ ആദ്യം ഒരു ഇച്ചിരി ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എന്റെ സബ്സ്ക്രിപ്ഷൻ ആരും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം പുറത്തായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കുക, അത് പുറത്ത് വിടുക ബ്ലോഗർമാർ. അവർക്കത് വലിയ സംഭവമല്ലേ? രേണുസുധിയുടെ എന്നെ കുറിച്ചായിരിക്കത്തില്ലല്ലേ പറഞ്ഞേ. ഞാൻ മാത്രം ഒന്നും അല്ല കേട്ടോ ഇത് ലീക്ക് ചെയ്ത് പുറത്തിട്ടുകൊണ്ടിരുന്നത്. ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റാർക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, ഞാനിത് ആദ്യം എടുത്തതെന്ന് പറയാനുള്ള ചങ്കുറപ്പില്ലാത്തത് കൊണ്ട് ഇതെല്ലാം എൻ്റെ നെഞ്ചത്തോട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പം അതുകൊണ്ട് രേണുവിന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇടയ്ക്ക് പറയുന്നത് ഇത് ഫ്രീ പ്രൊമോഷനാണ്, ഇടയ്ക്ക് പറയുന്നത് ലവ്മാര് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, ഏതെങ്കിലും ഒന്ന് പറ. വീഡിയോ ലീക്കായെന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. ഒരു ലിപ്പിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ രേണുസുധി കാണിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. ഇതെപ്പോഴെങ്കിലും ചേച്ചിക്ക് വിനയായിട്ട് വരും എന്നുള്ളത് ചേച്ചി എപ്പോഴെങ്കിലും? ഞാൻ പറയട്ടെ, ഇത് തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ, ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. അടിവസ്ത്രം ഇട്ടുകൊണ്ട് മീൻ വെട്ടുന്നവർക്ക് ലൈക്ക്. ഞാൻ അവരെയും കുറ്റപ്പെടുത്തല്ല, അവരുടെ ഇഷ്ടമായിക്കോട്ടെ, അവരെ അടിവസ്ത്രം ഇട്ടുകൊണ്ട് മീൻ വെട്ടുന്നത് തെറ്റല്ല. അടിവസ്ത്രം ഇട്ടുകൊണ്ട് മീൻ വെട്ടിട്ടത് ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിപ്പിക്കുന്നതാണ് തെറ്റ്. ചേച്ചി പറഞ്ഞാൽ ചേച്ചി ആരെന്ന് എനിക്ക് മനസ്സിലായി. 2 മൂക്കുത്തിയൊക്കെ ഇട്ടിട്ടുള്ള ചേച്ചിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്കിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ, ഞാൻ റിയാക്ട് ചെയ്യാം. എനിക്കങ്ങനെ രേണുവിനെ മാത്രമേ കുറ്റം പറയൂ, മറ്റവരൊന്നും കുറ്റം പറയല്ലേ, രേണു മാത്രം അഴുക്ക, അവരെല്ലാം സൂപ്പർ, അങ്ങനൊന്നും എനിക്ക് ഒരു പക്ഷാഭേദവും ഇല്ല. അവരെ നമ്മൾ പറയും, ഇതിനെ നമ്മൾ പറയും. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അകത്ത് മാത്രം ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഇട്ടോ, യാതൊരു പ്രശ്നമില്ല. ഇത് പബ്ലിക്കിൽ വന്നത് മറ്റു രീതിയിൽ ക്യാൻവാസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിനാണ് പ്രശ്നം. ഇപ്പം നിങ്ങൾ നോക്കൂ, പർപ്പിളിൻ്റെ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത് വേറെ സൈറ്റിൽ പോയിരുന്നു. പക്ഷെ ഇപ്പോൾ പർപ്പിൾ കുറച്ച് എക്സ്പോസിങ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരാം കേട്ടോ, എല്ലാ സാധനം നമുക്ക് ചെയ്യാം. തുണി കൊടുക്കാറിയാം, മീൻ വെട്ടുന്നത് കണ്ടോ? അങ്ങനെയല്ല, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം. അടിവസ്ത്രം ഇട്ട് മീൻ വെട്ടുന്നവർക്ക് ചേച്ചി അക്ക ഉയിര്, അല്ലെങ്കിൽ ചേച്ചി മറ്റേത് മറിച്ചത്, അവർക്ക് ലൈക്കും. അത് രേണു ചേച്ചിക്ക് വന്നല്ലോ, അക്ക ഉയർ.
തീപ്പൊരി പാറിക്കുന്നൊക്കെ ചേച്ചിക്കും വന്നായിരുന്നല്ലോ. ചേച്ചിയെ സ്നേഹിക്കുന്ന കുട്ടന്മാരെ എല്ലാം വെറുതെ വിട്ടിട്ട് ഹെയ്റ്റ് ചെയ്ത വട്ടന്മാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിയല്ല. ചേച്ചിയെ സ്നേഹിച്ച തീപ്പൊരി പറിച്ച് എത്രയോ കുട്ടന്മാരുണ്ട് അതിനകത്ത്, അവരെ നമ്മൾ പരിഗണിക്കണം. 3000-ഓളം ആളുകൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തു. പുറത്തൊരു 2-2.5 ലക്ഷം രൂപ ആൾക്കാർ ഹെയ്റ്റ് ചെയ്തു, അത് വേറെ. എന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഉണ്ട്. ഈ അടിവസ്ത്രം ഇട്ടിട്ട് മീൻ വെട്ടുന്നതോ തുണിയില്ലാതെ തലയും കുത്തി നിൽക്കുന്നു ഒന്നും തെറ്റല്ല. അവരുടെ വീട്ടിലവർ പ്രൈവസിയിൽ എന്ത് പുല്ല് വേണമെങ്കിലും കാണിച്ചോട്ടെ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴത്തേനും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് പ്രശ്നം. അത് നിങ്ങൾക്കിതൊക്കെ ശരിയാണെന്ന് കുഴപ്പമില്ല. രേണുസുതി നാക്ക് ഇങ്ങനെ വെച്ചേരും. രേണുസുതി നാക്ക് ഇങ്ങനെ വെച്ചതല്ലല്ലോ, അത് ചുണ്ടിലും മുറിഞ്ഞപ്പം നാക്ക് വെച്ച് നനച്ചതല്ലേ അല്ലേ? അങ്ങനല്ലേ അന്ന് പറഞ്ഞേ. ഇന്നിപ്പോൾ അത് മാറ്റി അത് ഉടായിപ്പായിരുന്നല്ലേ രേണു ഇപ്പൊ പറഞ്ഞത്. എനിക്ക് അപ്പഴേ അറിയില്ല അത് പ്രശ്നമാകുന്നത്. രേണു നാക്ക് ചുണ്ട് മുറിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ചുണ്ടിങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ കാണിച്ചതല്ലായിരുന്നോ? പക്ഷെ ഇപ്പൊ രേണു പറയുന്നു അത് നാക്ക് അങ്ങനെ കാണിച്ചു. എന്താണോ എന്തേലും പറയും. രേണുസുതിക്ക് ഇതാന്ന് എനിക്ക് അറിയാമായിരുന്നു, അറിഞ്ഞിട്ട് തന്നെയാണ്. അത് വലിയ സംഭവമായില്ലേ, ഞാൻ ഫേമസ് ആവല്ലായിരുന്നു. പിന്നെ എടുത്ത പോലെ ഇതൊക്കെ കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലായിരുന്നു. ഇതിലപ്പുറം ഇനി എന്ത് തീ കൂടെ കടന്നവര് വെയിലത്ത് പാടത്തില്ലെന്നോ അങ്ങനെ എന്തോ സംതിങ്. ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. ക്യാൻസർ അല്ലേ, 3ാമത്തെ കീമോ കഴിഞ്ഞ ഒരു വ്യക്തി, ആ ഒരു പേഷ്യന്റ്. അത് സത്യം കേട്ടോ, അത് ഇവരെ സമ്മതിക്കണം. 3ാമത്തെ കീമോ കഴിഞ്ഞിട്ടും ഇല്ല ആടിനകത്ത് തുറന്നില്ല ബാറ്റിൻഡാൻഡ് പോലെ എണീറ്റ് നിൽക്കാനുള്ളൊരു എനർജി, അത് കൊള്ളാം. അത് കാണുമ്പോഴാണ് ഒത്തിരി പേർക്ക് ഇപ്പോഴും ക്യാൻസർ ആണോ എന്നുള്ള ചോദ്യം വരുന്നത്. പക്ഷേ ഇത് ക്യാൻസർ ആണെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല കേട്ടോ. വലിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ശരീര പ്രകൃതി ഓരോന്നാണ്. ഇത്രയും തടിയൊക്കെയുള്ള ഘടാഘടിയനായിട്ട് നിൽക്കുന്ന ഞാനുണ്ടല്ലോ, ഒരു ജലദോഷം വന്നാൽ പൊങ്ങത്തില്ല. അത് ഓരോരുത്തരുടെ ശരീരഘടനയാണ്. അപ്പോൾ അവർക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും അത്രയും ഒരു എനർജി ദൈവം കൊടുത്തിട്ടുണ്ടാവുക. ഇതല്ലോ നമ്മുടെ പ്രശ്നം. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് പോകാം. കള്ളബില്ല് കാണിച്ചിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തമ്മിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ കണ്ടിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ആ ഒരു വിഷയം എന്റെ പൊന്നി ചിത്രം, നിങ്ങൾ ഈ തമ്മിലിന്റെ കേസ് പറഞ്ഞുകൊണ്ട് വരില്ലേ? ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് തമ്മിലും പിടിച്ചോണ്ട് നിൽക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ചാനലിട്ട തമ്മിൽ എടുത്ത് നോക്ക്. ഞാൻ എടുത്ത് വെച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. അപ്പോൾ രേണുവിന്റെ ഈ 4 പാർട്ട് ഇട്ട് അതിന്റെ 2 പാർട്ട് ഇപ്പൊ കാണുന്നില്ല. അതിന്റെ തമ്മിലുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. തമ്മിലാണ് അതിനകത്ത് ക്ലിക്ക് ബൈറ്റ് നടക്കുന്നത്. അതിനകത്ത് അവരകത്ത് എഴുതി വെക്കുന്ന തെറ്റാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഞാനും മിസ്ലീഡിംഗ് ഒക്കെ എഴുതാറുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് തോന്നിവാസം എഴുതി വെച്ചിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും മനസ്സാന്തരത്തിൻ്റെ സമയം വേണമല്ലോ. അതേപോലെ നിങ്ങൾ ഈ തമ്മിൽ എന്ന് പറയുന്നത് നിങ്ങൾ അതേ സാധനം ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഈ തമ്മിലിനെ കുറിച്ച് പറയുന്നത്. ഇനി ഈ ബില്ലിനെ കുറിച്ചിട്ടുള്ള രേണുവിന്റെ പ്രശ്നം, ഈ 2 ഭാഗത്താണ് നമ്മളെ പരാമർശിച്ചിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടില്ല, പറയുമ്പോൾ വേരോട് പറ, അറിയിച്ചെങ്കിലും കിട്ടട്ടെ. പെട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിലൊക്കെ പെട്ടിരിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്നാ കാര്യം, എല്ലാം പെട്ട്. നമ്മളത് ട്രിവാൻഡ്രത്തിൽ എന്നാ മേടിക്കുന്നത് ആ മെഡിസിൻ. ഞാൻ പറഞ്ഞ ആന്റിബോഡി, ആ 2 ലക്ഷം രൂപയുടെ സാധനം. അതാ ഞാൻ പറഞ്ഞത്. അതിന് വരെ ഈ രേണുസുതി ചെയ്താലേ ഉള്ളു പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്. അത് അവിടെ ചെന്ന് അന്വേഷിച്ചവര്, ഈ പറഞ്ഞവര്, ഈ ബ്ലോഗർമാര്, ആ ഏത് പറഞ്ഞവര് പോയി അന്വേഷിച്ച് ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് ഒന്നും നമ്മുടെ പടലിൽ കിട്ടുതരില്ലേ. നാട്ടുകാർ മൊത്തം ഈ സാധനം ഫേക്കാണ്, ഉടായ്പാണ്, പഴയ ബില്ലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അത് മറ്റേ ബില്ലിലെ പഴയ ഡേറ്റ് അല്ല, അത് ഡ്രഗിന്റെ രജിസ്ട്രേഷൻ നമ്പറാണെന്ന് ആദ്യം വീഡിയോ ഇട്ടവൻ ഞാനാ. അപ്പൊ ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് എന്റെ പടലിലോട്ട് എടുത്ത് തരരുത്. അപ്പൊ ചെയ്ത സാധനങ്ങൾ ഞാൻ ഏൽക്കുന്നുണ്ടല്ലോ, സബ്സ്ക്രിപ്ഷൻ ഞാൻ ഏൽക്കുന്നുണ്ടല്ലോ. ചെയ്യാത്ത സാമാനം എന്റെ പടലിലേക്ക് എടുത്തിട്ട് തരരുത്. അപ്പോൾ അവിടെ പോയി ബില്ലിന്റെ കാര്യം തിരക്കിയ വ്ളോഗർ ഞാനും ദേവും കൂടാണ്. അപ്പൊ അവര് തന്നെ പോയി തിരക്കിയെന്ന് പറയുമ്പോൾ ഫേക്കായിട്ട് സാധനം അടിച്ചിറക്കിയത് ഞാനൊന്നും വരത്തില്ലേ. നമ്മളല്ല കേട്ടോ, നമ്മളാ പരിപാടിക്ക് നിന്നിട്ടില്ല. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഫാർമസി ചെന്ന് അവർ അന്വേഷിച്ചു. സത്യം ബോധ്യപ്പെട്ടത്. നമ്മൾ എത്രത്തോളം സത്യങ്ങൾ പറഞ്ഞാലും ഇതിനകത്ത് നെഗറ്റീവ് കാണുന്നവരേ ഉള്ളൂ. അവർക്ക് അതുകൊണ്ടല്ല, ഇതിന് മുൻകാലങ്ങളിൽ രേണു പറഞ്ഞ സത്യങ്ങളുടെ കള്ളങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ ആയത്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? സുധിച്ചേട്ടനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ലീഗലി കെട്ടി ഒരു സുധിച്ചേട്ടനാണ്. പിന്നെ അതിന് ഞാരിയാങ്കുഴി ഏതാണ്ടൊരു ഗണേശനോ സുധീഷിനോ സുധാകരനോ ആ 2 വന്ന് അത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്നൊരു സാധനം സ്പ്രെഡ് ചെയ്തപ്പോൾ എനിക്ക് ക്യാൻസർ ആണെങ്കിൽ ഞാൻ പറയും, എനിക്കിപ്പോൾ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആ സാധനം പുറത്തു. ഇതുപോലെ രേണു ഒരുപാട് കള്ളങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആൾക്ക് സംശയം. ആദ്യമേ സ്ട്രൈറ്റ് ധ്യാൻ ശ്രീനിവാസനെ നിങ്ങൾ നോക്കൂ, രേണുവിനെ വെച്ച് കമ്പയർ ചെയ്യില്ല. ഈ എന്ത് തോന്നിയ ദിവസമാണെങ്കിലും പുള്ളി സത്യസന്ധമായിട്ട് കാര്യം പറയും. പുള്ളിയുടെ പറയാനില്ലെങ്കിൽ തപ്പിപ്പോകുന്നുണ്ടോ? അപ്പം നമ്മൾ ഇത്തിരി കള്ളം പറയുന്നതുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ആൾക്കാർ തപ്പിപ്പോണത്. മനസ്സിലായോ? ഞങ്ങൾ അങ്ങനെ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമല്ലേ ഉണ്ടായുള്ളൂ. ആ ഒരു സൈബർ ബുള്ളിങ് അങ്ങ് നിന്നു. ഇപ്പൊ രേണു ഈ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് രേണുവിന് ആ കോൺട്രവേഴ്സി നിന്നതിൽ ഭയങ്കര വിഷമമുള്ള പോലെയായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. റീച്ചാണ് വേണ്ടത്. വളർത്തുമകൻ വരെ നെഗറ്റീവ് അടിച്ചല്ലേ റീച്ച് ആയത്. പിന്നെ അവരെ പറഞ്ഞിട്ട് നല്ലത് പറഞ്ഞാൽ അവൻ റീച്ച് ആകത്തില്ല. അമ്മേനെ 2 നെഗറ്റീവ് പറയാം.
ഇപ്പോൾ ബിഷപ്പാണെങ്കിലും ബിഷപ്പൊന്നും വേണ്ട. അപ്പോൾ വളർത്തുമകനും വരെ റീച്ചിന് വേണ്ടി ചെയ്തു. അപ്പോൾ രേണു ഇപ്പോൾ ഈ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കിച്ചുവിനെ പലയിടങ്ങളിലായി അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ 1-2 ബ്ലോഗേഴ്സിനെ പല രീതിക്കായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു ഇൻ്റർവ്യൂ രേണുവിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. സെക്കൻഡ് പാർട്ടിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അത്യാവശ്യം നല്ലൊരു ഇൻ്റർവ്യൂ കേട്ടോ, നല്ല കേൾക്കാം. സുചേട്ടനില്ല, കിച്ചു ഇല്ല, ഋതപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ കിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ രേണുവിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്നാന്ന് കഴിഞ്ഞ ഓണത്തിലും അവനിവിടെ വന്നാ ഞങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. ഞാൻ പറഞ്ഞുതരാം കിച്ചു എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കെതിരെ നിൽക്കുന്നതെന്ന്. നല്ല രീതിക്ക് നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹ സൗഹൃദ ബന്ധത്തിൽ പോവുകയായിരുന്നു കിച്ചു. അങ്ങനെ ഇരിക്കെ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു. കിച്ചു അതിന് യെസ് ഫാന്റാസ്റ്റിക് അമേസിങ് അമ്മേ തകർത്തോളൂ എന്ന് പറയുന്നു. അമ്മ അതിനനുസരിച്ച് തകർത്ത് തിമിർത്തുകയും സബ്സ്ക്രിപ്ഷനകത്ത് സാമാനങ്ങൾ ഇടുന്നു. സബ്സ്ക്രിപ്ഷനകത്തിട്ട സാധനങ്ങൾ ഒരുത്തൻ ലീക്ക് ചെയ്ത് പുറത്തിട്ടപ്പോഴത്തേനും ഇതിന് രേണുവിന് അത്യാവശ്യം ഹെയ്റ്റും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നു. ഇങ്ങനെ പ്രചരിച്ചതിനെ തുടർന്നിട്ട് ഈ പുള്ളിക്കാരനെ ചീത്ത വിളിച്ചപ്പോഴത്തേനും ഈ നാക്കിട്ട് കറക്കണ വീഡിയോ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് വെളിയിലിട്ടപ്പോൾ അതിനകത്ത് താങ്കൾ ഇട്ടിരുന്ന വസ്ത്രത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞത് മൂലം ഈ ചെറുപ്പക്കാരന് അതൊരു വിഷമമായി മാറി. കാരണം ഈ ചെറുപ്പക്കാരൻ്റെ അമ്മയാണ് ഈ അല്പവസ്ത്രധാരിയായിട്ട് നിന്നു എന്ന് നമ്മൾ അറിയാലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മേ തായേ ആ സാധനം ഇടല്ലേ, അമ്മേ ആ സബ്സ്ക്രിപ്ഷൻ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ പോയി നിന്റെ പണിക്ക് വെക്കണമെന്ന് പറഞ്ഞു. അപ്പം അവൻ തിരിഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കിച്ചു അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പുള്ളിക്കാരി. ഈ കിച്ചുവിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ വീഡിയോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് അവൻ അത് നിർത്താൻ പറഞ്ഞു പോയി ഒരു ഡബ്ബർ ബാൻഡും പോയി അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് എതിരാകുന്നത്. മനസ്സിലായോ? ഇനി മനസ്സിലായില്ലെന്ന് പറയില്ലേ? ഇനി ഇതിലും വ്യക്തമായിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓണത്തിനും അവനിവിടെ ഉണ്ടായിരുന്നു, ക്രിസ്മസിനുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതാ ഇപ്പോഴും ഞങ്ങൾക്ക് അതൊരു കാരണം, ഇവൻ ഇങ്ങനെ മാറിപ്പോയെന്നുള്ള കാര്യം ഇപ്പോഴും ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ബ്ലോഗറുടെ അതിൽ പിന്നെ അവൻ സംസാരിച്ചു. അതുവരെ സംസാരിക്കുമായിരുന്നു, ഫോൺ വിളിക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പൈസ ചോദിക്കുമായിരുന്നു, പൈസ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതാ മെയിൻ പോയിന്റ്. പൈസ ചോദിക്കരുത്, പൈസ ഇട്ട് കൊടുക്കരുത്. അതോടെ പ്രത്യേകം എടുത്ത് പറയണം. സബ്സ്ക്രിപ്ഷൻ്റെ പൈസ ചോദിച്ചാൽ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുത്തി കയറ്റണം. ഏതോ ഒരു ബ്ലോഗർ പോയതിനു ശേഷമാണ് ഈ ഒരു പ്രസ്ഥാനം സംഭവിച്ചതെന്നാണ് രേണുവിൻ്റെ ചേച്ചിയും രേണു എല്ലാം അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു ബ്ലോഗർ പറഞ്ഞാൽ തിരിയത്തക്ക ബന്ധമേ രേണുവും കിച്ചുവും തമ്മിലുള്ളോ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഈ കിച്ചുവായിട്ട് സംസാരിച്ച് അവന് നന്മയുടെ പാതയിലേക്ക് തിരിച്ച് മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവൻ വിളിച്ചില്ല, നമ്മൾ വിളിച്ചില്ല. ഇത് ന്യായമാണോ? കിച്ചു ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരുപാട് സ്ഥലത്ത് കിച്ചുവായിട്ട് എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നത് അവനിങ്ങോട്ട് വിളിക്കട്ടെ, അപ്പോൾ നമ്മൾ സംസാരിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അത് അത്രേ ഉള്ളൂ. വ്ളോഗർ ഇന്ന് തിരിച്ച് ഇത് എല്ലാത്തിനും മറ്റൊരാൾ ബ്ലെയിം. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ആ സാധനം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. കേൾക്കാം. ഇതിപ്പോൾ നമ്മുടെ തൂഫാനൊക്കെ നടക്കുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കൺട്രോൾ വരുന്ന സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ക്യാമ്പയിനുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് എന്തുവാകാം. കഴിഞ്ഞ ദിവസം തന്നെ അത് ശരിയാട്ടോ. സോഷ്യൽ മീഡിയയിൽ പച്ച വരാതെയുള്ള സാധനങ്ങളെല്ലാം ബാൻ ചെയ്യണം. അതിനുള്ള ക്യാമ്പയിൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ട്സിനകത്ത് 1 വീതം 3 നേരം പാരസിറ്റമോൾ കഴിക്കുന്ന പോലെ ഞാൻ തുടങ്ങി വെച്ച് ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കേണ്ടി ഫസ്റ്റ് രേണു ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന തോന്നിവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പട കാണുന്നുണ്ടോയെന്ന് നോക്കട്ടെ, ദാസേട്ടൻ കോഴിക്കോടിനിട്ട് മദ്യപിച്ച് കടന്ന തുള്ളല്, ഡാൻസ്, കൂത്ത്, ഇതൊക്കെ ഈ പറയുന്ന അപരാധത്തിനകത്ത് വരും. അപ്പം അതൊക്കെ അതും കൂടെ നിർത്തലാക്കുമായിരിക്കുമല്ലോ അല്ലേ? അതുകൂടെ നിർത്തലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ഷാരികനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഷാരിക പറയുന്നു സൈബർ ബുള്ളിങ് എന്തോ റേപ്പിസ്റ്റ് എന്തൊക്കെയോ പുള്ളിക്കാർ പറയുന്നുണ്ട്. ഷാരികയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത്ര പുച്ഛടിച്ചിട്ടാണ് എല്ലാ സാധനം സംസാരിക്കുന്നത്. ഈ ആനൊക്കെ എന്ത് കാണിക്കുന്നു, എന്ത് കുന്തവാണ്, ഈ ഒരു പുച്ഛ മനോഭാവത്തെയാണ് ഷാരികയും പലരെയും ഇൻസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും, അതായത് ഇവരൊക്കെയാണ് ഈ പ്രശ്നത്തിനെതിരെ നിൽക്കുന്നത്. എന്നാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളോ അതൊന്ന് പുണ്യപ്രവൃത്തി. അത് നമ്മൾ മറ്റേ തീർത്ഥം തെളിച്ച് അവരെ ആനയിച്ച് അകത്തേക്ക് ഇടും. അല്ലാതെ ഇവർക്കൊക്കെ എതിരെ സംസാരിക്കുന്നവർ സൈബർ റേപ്പിസ്റ്റ്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ?
നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് നോക്ക്. ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നൊക്കെ പറയുമ്പോഴത്തേനും രേണു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുണ്ടായിരുന്ന റീല്, ഈ അൻഷാദ് ബാലയുമായിട്ടുണ്ടായിരുന്ന റീല്, അതിന് മുമ്പ് ഏതാണ്ടൊക്കെ ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയ റീല്, ആ റീലുകളൊക്കെ കണ്ടു നോക്കുക. രേണു ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടി കാര്യങ്ങൾ കണ്ടു നോക്കുക. ഓൺലൈൻ മീഡിയസിനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക. എൻ്റെ വട നോക്കാൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ, അതും കൂടെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് എന്തുവാകാം. കഴിഞ്ഞ ദിവസം തന്നെ അവരിപ്പോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്ത് തംബ്നെയിൽ വെക്കുന്ന കൂടെ അവർ കുറച്ച് കാർട്ടൂൺ പോലെ രീതിയിൽ പിന്നെ എന്നെ അത് ഷെഫീന ബീവിയെ കുറിച്ചിട്ട് പറയുന്നത്. അത് അവർ തമ്മിൽ തല്ലി തീർത്തോട്ടെ, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്തതിനകത്ത് തോന്നുന്നു. അവർ നന്നായിട്ട് റിപ്ലൈ കൊടുക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർത്തോട്ടെ, നമ്മൾ ആവശ്യമില്ലാത്ത ടോപ്പിക്കിൻ്റെ തൊട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. അത് അവർ തമ്മിൽ തീർത്തോളും, സൂപ്പറായിട്ട് തീർത്തോളും. നമുക്ക് ബാക്കിയുള്ളത് കാണാം. കൊടുത്തപ്പോൾ കുറേ ആൾക്കാർ രേണുവിന് അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അടങ്ങി വീട്ടിയിരിക്കും. അപ്പോൾ അവർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് പോയി ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ ട്രീറ്റ്മെന്റ് അവർക്ക് പൈസ ആവശ്യമാണ്. ആ ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ് അവൾ ഈ വയ്യാത്ത അവസ്ഥയിലും ഇന്റർവ്യൂ കൊടുക്കുന്നതും വീഡിയോ ചെയ്യുന്നതും എല്ലാം. രേണു ഇന്റർവ്യൂ കൊടുക്കുന്നതിലല്ല പ്രശ്നം. രേണു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അല്ലാതെ രേണു ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ആരും ചോദിച്ചിട്ടില്ല. രേണുവിന് സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട്. പ്രമോഷൻസ് വന്നു ചെയ്തോട്ടെ, ഇനോഗ്രേഷൻസ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതി ഉണ്ട് ചെയ്തോട്ടെ, ഇന്റർവ്യൂകൾ ആൾക്കാർ കാശ് തന്ന് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. ആ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് പ്രശ്നം. നിങ്ങൾക്ക് കാശ് കിട്ടും, നിങ്ങൾ ഈ സാധനം പബ്ലിഷ് ചെയ്യുന്ന ചാനലുകൾക്ക് കാശ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരയാക്കിയത് കിച്ചു എന്ന് പറയുന്നൊരു വ്യക്തിയും, ഷെഫീന എന്ന് പറയുന്നൊരു ബ്ലോഗറിനെയും, അതുൽ എന്ന് പറയുന്നൊരു ബ്ലോഗറെയും, വിവി എന്ന് പറയുന്നൊരു ബ്ലോഗറിനെയും, വിവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, മറ്റേ ബില്ല് തിരക്കിപ്പോയ രണ്ടാവുമാരെയും, സബ്സ്ക്രിപ്ഷൻ പുറത്തിട്ടവനെയും, ഈ വിഷയങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളപ്പം മറ്റൊരാളെ മീൻസ് നമുക്ക് ഇന്റർവ്യൂ കിട്ടണം, നമുക്ക് കാശ് കിട്ടണം എന്ന് അവനെ പിടിച്ച് വലിച്ച് ഇതിനകത്തോട്ട് ഇടുമെന്ന് പറഞ്ഞ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലാതെ എന്താ അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് ഈ മറ്റൊരാളെ ബ്ലെയിം ചെയ്യാതെ, മറ്റൊരാളായിട്ട് വള്ളി പിടിക്കാതെ നിങ്ങൾ നല്ല രീതിക്ക് പറഞ്ഞ് പോസിറ്റീവാക്കി പോകുമായിരുന്നല്ലോ. ഇതൊക്കെയാണ് ക്യാൻസർ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ സാധിക്കുക, ഇന്ന ട്രീറ്റ്മെൻറ്റാണ് നടത്തുന്നത്, അതുകൊണ്ട് ഈ സുനാപ്പിയുടെ പരിപാടി ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ. അതിന് പകരം നിങ്ങൾ വള്ളി പിടിക്കാനാണ് നോക്കുന്നത്. എന്നിട്ട് ഇവരങ്ങ് ഭയങ്കര അടിപൊളി കിടിലം കളിക്കും കേട്ടോ. ആ ഇന്റർവ്യൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് റിലീസായി. അതിലെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിരിക്കുന്നതാണ്, ഇത് രേണു സുധി പൈസ കൊടുത്ത് ആ ആങ്കറിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊരു കമന്റ് ഞാൻ വായിച്ചു. ഈ ആങ്കർ പൈസ കൊടുത്തിട്ടാണോ എടുത്തത്? ഈ ആങ്കർ അതുപോലെ ഉള്ളൂ. അവർക്ക് ഇന്റർവ്യൂ വേണം, അതൊരു പെയ്ഡ് ചാനലാണ്. അവർ രേണുവിന് ഇന്റർവ്യൂവിന് പൈസ ഓഫർ ചെയ്തു, രേണുവിന് പൈസ കൊടുത്തു, രേണു ചെയ്തു. അപ്പോൾ ആ ഇന്റർവ്യൂ ക്ലിക്ക് ആണെങ്കിൽ അതിനകത്ത് കോൺട്രവേഴ്സി സാധനങ്ങൾ വേണം, കോൺട്രവേഴ്സി ഉണ്ടാക്കി. ആ കോൺട്രവേഴ്സികൾക്ക് തിരിച്ച് പ്രതിരോധം ഇല്ലാതെ വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? പ്രതിരോധം വരും, വന്നതാണ് കാണുന്നത്. ഞാൻ മാത്രം ഒരുപാട് പേരുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? നിങ്ങൾ പൈസ കൊടുത്ത്? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ അവള് പോലും ഇതിനകത്ത് ഇൻവോൾവ് ആയതാണ്. കാരണം അവർക്ക് ഈ വയ്യാതെ, കാരണം നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു ഇഞ്ചക്ഷൻ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരെ പോയി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ സത്യം ഇതിന് ഭയങ്കരമായിട്ട് പൈസ വേണ്ടി വരും. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരാളുടെ ഉപജീവന മാർഗമാണ്. ആ മാർഗം നല്ലതാണ്, അവർക്ക് പൈസ കിട്ടിക്കോട്ടെ. പക്ഷെ അതിന് നിങ്ങൾക്ക് പൈസ കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനുള്ള സാധനം കിട്ടാൻ മറ്റൊരുത്തൻ്റെ ജീവിതം തകർത്തിട്ടാവരുത്. ഇപ്പം ഈ പറഞ്ഞതിനകത്തൊക്കെ കിച്ചുവിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങൾക്കകത്തൊക്കെ. അപ്പോൾ അവനെ നമ്മൾ ഇട്ടുകൊടുത്ത് അവൻ്റെ വരുമാന മാർഗം തകർത്തിട്ടാവരുത് നമ്മുടെ വരുമാന മാർഗം ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. ഈ കിച്ചു എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഉള്ള ബ്ലോഗർമാരുടെ കാര്യം നിങ്ങളെ സ്കിപ്പ് അടിച്ചു വിട്. അവന്മാർ ഊളകൾ പോട്ട് അവന്മാർ അന്ന സാധനം വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ മാസമായനെ. അതിന് പകരം നമ്മളെയൊക്കെ പിടിച്ചിട്ട് വീണ്ടും വൈറലാക്കി കണ്ടാൽ അത് തന്നെയായിട്ട് അവരെയാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എക്കോ സിസ്റ്റം ഇല്ലേ, സീക്രട്ട് ഏജന്റ് രേണുവിനോട് പറഞ്ഞ പോലെ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എതിർപ്പുണ്ടായിരുന്നോ ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്? എനിക്ക് ഈ പറയുന്ന പോലെ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് ഇത് എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ല. സബ്സ്ക്രിപ്ഷനാണ് ചോദിച്ചാട്ടോ. വീണ്ടും സബ്സ്ക്രിപ്ഷൻ വന്നു. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പോലും രേണു ചേച്ചിക്ക് അറിയത്തില്ലെന്നാണ് രേണു ചേച്ചി പറയുന്നത്. രേണു ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊന്നും ഉള്ള ആളല്ല. രേണു ചേച്ചിക്ക് രമ്യ ചേച്ചിക്ക് 1987 നിന്നും ഇതുവരെ ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല. ടൈം ട്രാവൽ വെച്ച് ഇപ്പോഴും അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാം എന്തെന്നോ, സബ്സ്ക്രിപ്ഷൻ എന്തെന്നോ, രേണു അതിനകത്ത് കാണിക്കുന്ന സാധനങ്ങൾ എന്തെന്നോ, സോഷ്യൽ മീഡിയ കേരളക്കാരെ ഒന്നാകെ തീക്കൊള്ളി കഴിച്ച് ഇപ്പൊ ടോക്സിക് കത്തുന്ന പോലെ കത്തിയിട്ട് പോലും രമ്യ ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. പാവം, നല്ല വെച്ചു. അപ്പൊ അതെനിക്ക് അറിയത്തില്ല. എന്റെ ഫോണിൽ അതൊന്നും ഞാൻ എടുത്തിട്ട് പോകത്തില്ല. അപ്പൊ ഇവളോട് ഞാൻ ഇത് എന്നെ നാട്ടി എന്നോട് റീൽ എടുക്കുന്നതാണെന്നൊക്കെ ഞാൻ പറയാം. പറ്റിപ്പായിരുന്നു. പിന്നെ സത്യം അറിഞ്ഞപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? ഞാനൊന്നും പറയാൻ പോയില്ല. അതാ പ്രശ്നം, അത്രേ ഉള്ളൂ പ്രശ്നം.
അതിനുശേഷം ഇതെന്നാന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ഞാനൊന്നും പറയാൻ പോയില്ല, കുറച്ച് കാശില്ല അങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ അതാ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രമ്യ എന്ന് പറഞ്ഞ ചേച്ചിയോട് ഞാൻ ചോദിക്കുക, ചേച്ചി ഇങ്ങനെ ചെയ്യുമോ? ചേച്ചി ഇതേ ഈ ഒരു വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്യുമോ? തെറ്റൊന്നുമല്ല കേട്ടോ, അത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, അവർക്ക് ചെയ്യാം, ഒന്നും യാതൊരു പ്രശ്നമില്ല. അതേപോലെ ചേച്ചി ചെയ്യുമോ? ചേച്ചി ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ രേണുവിനെതിരെ ഈ ഇങ്ങനത്തെ അല്പവസ്ത്രധാരിയായിട്ട് വരുമ്പോഴത്തേനും പല ആൾക്കാരും പലതരത്തിലുള്ള കമൻറ്റുകളും വരും, സ്വാഭാവികമാണ്. അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം. അപ്പോൾ രേണുവിൻ്റെ ഒരു ഇമേജ് എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. ആ ഇമേജിനെ തകിടം മറിച്ചുകൊണ്ടാണ് രേണു ഈ സാധനം ചെയ്തത്. അപ്പോൾ ഇത്രയും ഹെയ്റ്റ് ഉണ്ടായിട്ടും ഇത്രയും ആളുകൾ കുറ്റം പറഞ്ഞിട്ടും നിങ്ങൾ അതിനെ വിലക്കിയില്ല. പോട്ട് വിളിച്ചിരുത്തി ഒന്ന് ഉപദേശിക്കുക പോലും ചെയ്തില്ല. അതും പോട്ട് മോളെ കുറച്ചൊരു മര്യാദ പാലിക്കണം എന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ കുടുംബം ഒന്നാകെ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നല്ലേ കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതും തെറ്റല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ആൾക്കാർ ചില കുറ്റങ്ങളും ഒക്കെ പറഞ്ഞെന്നിരിക്കും. അതുകൂടെ കേൾക്കാൻ പ്രാപ്തരായിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുമ്പോൾ ഒരു ആൾക്കാരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ രേണു കള്ളം പറഞ്ഞ് റീലാന്ന് കള്ളം പറഞ്ഞത്. അപ്പോൾ രേണുവിനും അറിയാൻ ചെയ്യുന്ന സാധനം കറക്റ്റ് അല്ലെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കുറ്റബോധമുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. രേണുവിന് തന്നെ ഇതിനോട് വലിയ താല്പര്യമില്ല, ഇത് മോശമാണെന്നുള്ളതുകൊണ്ടാണല്ലോ കള്ളം പറഞ്ഞത്. അല്ലെങ്കിൽ രേണുവിന് സത്യം പറയാമല്ലോ, ഞാൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് നാക്കിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് പറയാമല്ലോ, പറഞ്ഞില്ല. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ബാക്കിയേക്കാം അന്നേരവും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം എല്ലാവരും പറയും അവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അങ്ങനെ അതിന്റെ അവൾ അനുഭവിക്കുന്നത് മറ്റേന്ന് പക്ഷെ അതെല്ലാം പറഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ നമ്മൾ ഈ മെഡിസിന്റെ കാര്യത്തിന് ട്രീറ്റ്മെന്റ് അത് ഓടുന്ന ഓരോ ഓട്ടോ അവസ്ഥകൾ അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റ് നടക്കാൻ നമുക്ക് ധൈര്യമായിട്ട് ശരി ഞങ്ങളെ കൊണ്ട് ആ മെഡിസിൻ മേടിക്കാൻ പറ്റും. ഒരു അസുഖം വന്നു, ഇനി എല്ലാ അസുഖത്തിന്റെ പ്രവൃത്തിക്ക. ഇപ്പോൾ സകലമാന കുരുവിൽ നിന്നും മൂരാൻ പറ്റിയതാണ് ഈ ഒരു അസുഖം. അപ്പൊ എല്ലാ അസുഖത്തിന്റെ പള്ളിക്കോട്ട് വെച്ചു. സബ്സ്ക്രിപ്ഷൻ അത് അസുഖം വന്നുകൊണ്ട് ലെവനെ ചീത്ത വിളിച്ചത് അത് അസുഖം വന്നുകൊണ്ട്, ഇന്റർവ്യൂ അത് അസുഖം വന്നുകൊണ്ട്, എല്ലാം ആ ഒരു അസുഖത്തിന്റെ പടലിക്കോട്ട് വെച്ചു കൊടുത്ത് ആ അസുഖത്തിന്റെ സെല്ലുകൾ കീമോ ചെയ്യുന്നതിൽ വേഗത്തിൽ ഇത്തരം സാധനങ്ങൾ കൊണ്ട് കരിഞ്ഞു പോകും. കൊള്ളാം, എന്തായാലും കൊള്ളാം. രേണു ഇന്റർവ്യൂ കൊടുക്കുന്നതിന് പൈസ മേടിക്കുന്നതൊന്നും തെറ്റില്ല. അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നം, ആരെയാണ് വിരളിച്ചു കൊണ്ടുവന്നതെന്നുള്ളതാണ് പ്രശ്നം. ഇത്രയും ഒരു മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പച്ചയ്ക്ക് വിളിച്ച് പറയുകയും അവരെ തിരിച്ച് പഴിപ്പിച്ച് പറയുകയും ചെയ്യുമ്പോൾ അവർ നമ്മളെ ബുള്ളിങ് ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല. രേണു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ഇങ്ങോട്ടും ഒന്ന് വന്നു, അങ്ങോട്ടും ഒന്ന് വന്നു, വീണ്ടും തന്നു, അങ്ങനെ അങ്ങ് പോവുക. അത്രേ ഉള്ളൂ സംഭവം. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.